KSTA ജനറൽ സെക്രട്ടറി ശ്രീ ഷാഫി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷാഫി, മുൻപും സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ കാലത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരുകൾ ഈ തസ്തികകളൊക്കെ സൃഷ്ടിച്ച് ഇവരെയൊക്കെ സംരക്ഷിച്ചിരുന്നത് എന്നും നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത് കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയാണ് നിലവിൽ ഇപ്പോൾ UDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്? സ്കൂളുകളിലെ അധ്യാപകരെ നിശ്ചയിക്കുന്നത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ്. അപ്പോൾ വർഷം തോറും കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായി നമുക്ക് 11 ലക്ഷത്തോളം കുട്ടികൾ അധികമായി വന്നു. അതിന്റെ ഭാഗമായി പതിനായിരക്കണക്കിന് അധ്യാപകരാണ് സ്കൂളുകളിൽ അധികമായി വന്നിട്ടുള്ളത്. എന്നാൽ ഈ വർഷം കുട്ടികൾ കുറഞ്ഞു. ആ കുട്ടികൾ കുറഞ്ഞതിന്റെ ഭാഗമായി പോസ്റ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ അത് പരിഹരിക്കുന്നതിന് പലവിധ വഴികളുണ്ട്, മുൻകാല രീതികളുണ്ട്. മുമ്പ് ഹയർ സെക്കൻഡറിയിൽ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയ കാലഘട്ടത്തിൽ 142 ഹയർ സെക്കൻഡറി അധ്യാപകരുടെ തസ്തിക, ഇംഗ്ലീഷ് തസ്തിക കുറഞ്ഞു. ആ സമയത്ത് ഗവൺമെന്റ് മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി പ്രത്യേക സൂപ്പർ ന്യൂമറി തസ്തികൾ സൃഷ്ടിച്ച് അവരെ സംരക്ഷിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള നടപടി എടുക്കണമെന്നുള്ളതാണ് KSTA ഇത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടത്. ഗവൺമെന്റ് സ്കൂളുകളിൽ 150 കുട്ടികളിൽ കൂടുതലുള്ള LP സ്കൂളുകളിലും 250 കുട്ടികൾ കൂടുതലുള്ള UP സ്കൂളുകളിലും ഹെഡ് ടീച്ചർ വേക്കൻസി എന്നൊരു ഒഴിവുണ്ട്. HTV പോസ്റ്റുകൾ എന്ന് പറയും. അതിലിപ്പോൾ ദിവസവേതന അധ്യാപകരെയും എയ്ഡഡ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് പോയവരെയും നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റിലും ഇവരെ സംരക്ഷിച്ച് ഇവർക്ക് ശമ്പളം കൊടുക്കാവുന്നതാണ്. DRCകളോട് അനുബന്ധിച്ചിട്ടുള്ള ക്ലസ്റ്റർ കോർഡിനേറ്റർമാരുടെ തസ്തികകളുണ്ട്. കേരളത്തിൽ ഏകദേശം 1000-ഓളം തസ്തികകൾ വരും. ആ തസ്തികകളിൽ ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് പോയ ആളുകളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ തസ്തികകളിലേക്കും ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പുറത്താവുന്നവരെ സംരക്ഷിക്കാവുന്നതാണ്. ഇത്തരം സാധ്യതകളൊന്നും പരിശോധിക്കാതെ പൊതുവിദ്യാഭ്യാസത്തിന് ഇതിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പോലും പരിശോധിക്കാതെ പെട്ടെന്ന് തന്നെ വളരെ നിസ്സാരമായി അധ്യാപകരെ പിരിച്ചുവിടുന്നതാണ് പരിഹാരം എന്ന് തീരുമാനിക്കുന്നത് ഈ സർക്കാരിന്റെ നയമാണ്. അത് തീർച്ചയായും വളരെ പ്രതിഷേധാർഹമാണ്. ഇന്ന് KSTA നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമായി അത് ക്യാപ്റ്റൻ അബയൻസ് ആക്കിയിട്ടുണ്ട്. നല്ലത് മാത്രം പരിഹാരമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. വലിയ രൂപത്തിൽ ഈ നയത്തിനെതിരായിട്ടുള്ള സമരം തന്നെ വേണ്ടിവരും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഷാഫി. അവസരത്തിൽ പ്രതികരിച്ചതിന് KSTA ജനറൽ സെക്രട്ടറി ശ്രീ ഷാഫിയാണ് നമ്മളോട് പ്രതികരിച്ചത്.